ഇടുക്കി പീരുമേട്ടിൽ വനത്തിനുള്ളിൽ ആദിവാസി സ്ത്രീ സീത മരിച്ചത് കാട്ടാന ആക്രമണത്തിലാണെന്ന മൊഴിയിൽ ഉറച്ച് ഭർത്താവ് ബിനു. സീതയെ കാട്ടാന 2 തവണ ആക്രമിച്ചത് ബിനു പറയുന്നു. തനിക്ക് നേരെയും കാട്ടാനയുടെ ആക്രമണം ഉണ്ടായി എന്ന് ബിനു പ്രതികരിച്ചു. ഞങ്ങൾ വനത്തിലേക്ക് വനവിഭാഗങ്ങൾ ശേഖരിക്കാൻ പോയ വഴിക്ക് ആന അപകടത്തിൽ പെടുന്നു. ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങി ചെന്നപ്പോൾ ഈ ആന പടപ്പിൻ്റെ അടിയിൽ നിന്ന് എടുത്ത് ചാടി വന്നാണ് ഇവിടെ അടിച്ച് തെറിപ്പിച്ചിട്ടത്. തെറിപ്പിച്ചിടുകയും 2 അടി ആനക്കിട്ട് കൈ കൊണ്ട് അടി കൊടുത്ത് എന്നെ തട്ടി എറിഞ്ഞ് ഒരു 10 അടിയോളം അകലെ ഞാൻ തെറിച്ച് വീണു. ഇപ്പം 10 ലക്ഷം തരാമെന്ന് പറയുന്നു. ഈ 10 ലക്ഷമല്ല എനിക്ക് വേണ്ടത്, കോടികൾ തരുമെന്ന് പറഞ്ഞാൽ എൻ്റെ ആളിനെ തിരിച്ചു തരാൻ പറ്റുമോ? ഈ സർക്കാർ പരമായിട്ടുള്ള ആർക്കെങ്കിലും അങ്ങനെ ഒരു ആളിനെ എനിക്ക് ഉണ്ടാക്കി തരാൻ പറ്റുമോ? രാഹുൽ, ഈ മരണം കൊലപാതകമാണ് എന്നൊക്കെയുള്ള വിവരങ്ങൾ വരുമ്പോഴും ഭർത്താവ് ഈ അതേ മൊഴിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണോ? പോലീസ് എന്താണ് ഈ കാര്യത്തിൽ പറയുന്നത്? അന്വേഷണം എങ്ങനെ പോകുന്നു? ജികയും ബിനുവിന്റെ മൊഴിയിൽ ഒരു നെല്ലിട പോലും വ്യത്യാസമില്ല. ആദ്യം എങ്ങനെയാണോ പറഞ്ഞിരുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. വനത്തിനുള്ളിൽ വെച്ച് കാട്ടാനെ ആക്രമിച്ചാണ് സീത മരണപ്പെടുന്നതെന്നുള്ള ആ മൊഴിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അത് കൃത്യമായി വിവരിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഈ സ്ഥലത്താണ് ബിനുവും സീതയും താമസിച്ചിരുന്നത്. ഇവിടുന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ ഉൾവനത്തിലാണ്, ഏകദേശം ഒരു 3 കിലോമീറ്റർ ഉൾവനത്തിൽ മീൻമുട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഈ കാട്ടാന ആക്രമണം ഉണ്ടായതെന്ന് പറയുന്നു. ഒരു ഒറ്റയാനാണ്. ഒരു ചോലപ്പടർപ്പിൽ നിന്ന് കാട്ടാന ഇവരെത്തുന്ന സമയത്ത് മുന്നോട്ടേക്ക് വരികയായിരുന്നു. ആദ്യം ആക്രമിച്ചത് സീതയാണ്. സീതയെ തുമ്പിക്കൈ കൊണ്ട് ചുറ്റി എടുത്തെറിഞ്ഞു. അതിന് പിന്നാലെ സീതയെ രക്ഷിക്കാൻ ചെന്ന ബിനുവിനെയും കാട്ടാന തുമ്പിക്കൈ കൊണ്ട് തട്ടി. ബിനു 15 അടിയോളം ദൂരത്തേക്ക് തെറിച്ചു വീണു എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. അതിന് പിന്നാലെ മകനാണ് ഈ ആനയുടെ അടുത്ത് നിന്ന് ഈ സീതയെ എടുത്തുകൊണ്ട് പോയത്, രക്ഷപ്പെടുത്തിയത് എന്നടക്കമുള്ള കൃത്യമായ വിവരങ്ങൾ അത് കൃത്യമായി തന്നെ ആദ്യം മുതൽ എങ്ങനെയാണോ പറഞ്ഞിരുന്നത് അതുപോലെ തന്നെ വിവരിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ എന്തായാലും ഈ സംഭവം നടന്ന സ്ഥലത്ത് പോലീസിന്റെ പരിശോധന നടക്കുകയാണ്. മഹസർ തയ്യാറാക്കുകയാണ്. ഫോറൻസിക് സംഘവും ഈ വനത്തിനുള്ളിൽ മീൻമുട്ടി ഭാഗത്തുണ്ട്. എന്താണ് സംഭവിച്ചത്? ആനയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നോ? മറ്റേതെങ്കിലും തരത്തിൽ ഈ പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ കണ്ടെത്തിയ കാര്യങ്ങൾ പോലെയാണോ കാര്യങ്ങൾ എന്ന് വിശദമായി തന്നെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പോലീസ് ഇപ്പോഴും ഒരു സ്ഥിരീകരണത്തിലേക്ക്, കൊലപാതകമാണ് എന്നൊരു സ്ഥിരീകരണത്തിലേക്ക് അവർ പോയിട്ടില്ല. പോസ്റ്റ്മോർട്ടം പരിശോധനാ വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ മുന്നിലുള്ളത്. അത് വിശദമായി പരിശോധിച്ചതിന് ശേഷം തിടുക്കപ്പെട്ട് ഒരു നടപടി വേണ്ട. വിശദമായി പരിശോധിച്ച് മൊഴികളെല്ലാം ശേഖരിച്ച് കൃത്യമായ തെളിവുകൾ കണ്ടെത്തിയതിനു ശേഷം നടപടിയിലേക്ക് നീങ്ങിയാൽ മതി എന്നൊരു നിലപാട് പോലീസിനുണ്ട്. എന്തായാലും അതിനു വേണ്ടിയിട്ടുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് കൊലപാതകം അല്ല, അത് കാട്ടാന ആക്രമണമാണെന്ന മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ്. അത് ആവർത്തിക്കുകയാണ്. രാഹുൽ വിജയൻ ആണ് വിവരങ്ങൾ നൽകുന്നത് ഇടുക്കിയിൽ നിന്ന്.